2050 ഇന്ത്യയുടെ രൂപം എങ്ങനെയിരിക്കും? ലോകം നിയന്ത്രിക്കുന്ന ശക്തികൾ ആരൊക്കെയായിരിക്കും? ജനസംഖ്യയുടെ കാര്യത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അമേരിക്കൻ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള പ്യൂ റിസർച്ചിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 2050 ഇന്ത്യയിലെ ജനസംഖ്യ 166 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിലും ഗൗരവകരമായിട്ടുള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും. നിലവിൽ ആ സ്ഥാനത്തുള്ള ഇന്തോനേഷ്യയെ ഇന്ത്യ പിന്നിലാക്കും. റിപ്പോർട്ടിലെ കണക്കുകൾ വളരെ കൃത്യമാണ്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ 129 കോടിയായി വർദ്ധിക്കും. അതായത് രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 78%. എന്നാൽ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടമാണ് ശ്രദ്ധേയം. 2050 ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 31 കോടിക്ക് മുകളിലെത്തും. അതായത് ആകെ ജനസംഖ്യയുടെ 18%. ലോകത്തിലെ ആകെ മുസ്ലിം ജനസംഖ്യയുടെ 11% അന്ന് ഇന്ത്യയിൽ മാത്രമായിരിക്കും. ഈ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ 2011 സെൻസസ് കണക്കുകൾ നോക്കാം. അന്ന് 121 കോടിയായിരുന്നു ഇന്ത്യയുടെ ആകെ ജനസംഖ്യ. ഇതിൽ ഹിന്ദുക്കൾ 96.63 കോടിയും മുസ്ലിങ്ങൾ 17.22 കോടിയും ആയിരുന്നു. അതായത് ഹിന്ദു ജനസംഖ്യ 79.8%, മുസ്ലിങ്ങളുടേത് 14.2%, കൂടാതെ ക്രിസ്ത്യൻ സമുദായം 2.3%, സിഖ് സമുദായം 1.7%. അന്ന് വെറും 17 കോടിയായിരുന്ന മുസ്ലിം ജനസംഖ്യയാണ് അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ 31 കോടിക്ക് മുകളിലേക്ക് കുതിച്ചുയരുന്നത്. ആഗോളതലത്തിലും ഈ മാറ്റം വളരെ വലുതാണ്. 2010 1.6 ബില്യൺ ആയിരുന്ന ലോക മുസ്ലിം ജനസംഖ്യ 2050 2.76 ബില്യൺ ആയി മാറും. അതായത് 73% വമ്പൻ വർധനവ്. എന്നാൽ ലോകത്തിലെ ഹിന്ദു ജനസംഖ്യ 1.3 ബില്യണിൽ നിന്ന് 1.38 ബില്യണായി മാത്രമാണ് വർദ്ധിക്കുക. ഇത് വെറും 34% മാത്രമാണ്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് വളരെ ഗൗരവമുള്ള ഒരു ഭാവനയിലേക്കാണ്. 2010 ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ പങ്ക് 15%. എന്നാൽ 2050 അത് 14.9% കുറയുമെന്നാണ് അനുമാനം. അതേസമയം മുസ്ലിങ്ങളുടെ പങ്ക് 23.2% നിന്ന് 29.7% ഉയരും. അടുത്ത 4 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ക്രിസ്ത്യൻ സമുദായം ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മാറുമെന്നും മുസ്ലിം ജനസംഖ്യ അവർക്ക് തുല്യമായി മാറുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഭാരതം ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായി തുടരുമെങ്കിലും അതിവേഗത്തിലുള്ള ഈ ജനസംഖ്യാ മാറ്റം രാജ്യത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നത് ഭരണകൂടം ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ വെറും അക്കങ്ങൾ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭാവിയെയും ആഭ്യന്തര നയങ്ങളെയും ദേശീയ സുരക്ഷയും തിരുത്തി എഴുതാൻ പോകുന്നവയാണ്. ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ അനുപാതം നേരിയ തോതിൽ കുറയുമ്പോൾ അതിവേഗം വളരുന്ന ഒരു ജനവിഭാഗം ആഗോളതലത്തിലും ഇന്ത്യയിലും അതിശക്തമായിട്ടുള്ള ഒരു സ്വാധീനമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സാംസ്കാരിക തനിമയും ദേശീയതയും കാത്തു സൂക്ഷിക്കാൻ വരും ദശകങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തവും ദീർഘവീക്ഷണവുമുള്ള ഒരു ഭരണ നേതൃത്വം അനിവാര്യമാണെന്നാണ് ഈ കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭാവിയിൽ ലോകം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് അതിവേഗം മാറുന്ന ഈ ജനസംഖ്യാ മാറ്റങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.